നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ്സിൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് വന്ന എല്ലാ കുട്ടികൾക്കും ഹിന്ദി നല്ല എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഹിന്ദി ആരും പേടിക്കേണ്ട, ഹിന്ദി നല്ല എളുപ്പമാണ് പഠിക്കാനൊക്കെ. ആദ്യം നിങ്ങൾ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരമൊക്കെ പഠിച്ചു വയ്ക്കുക. അതിനുശേഷം അക്ഷരങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ദീർഘങ്ങളൊക്കെ പഠിക്കുക. കാക്ക, കീക്കി ദീർഘങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി കൂട്ടി വായിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം വരുന്ന യഹിൻ്റെ അർത്ഥം അറിഞ്ഞുക. യഹ് എന്താണ്? ഇത്, ഇവൻ, ഇവൾ, ഈ. വഹിൻ്റെ അർത്ഥം എന്താണ്? അത്, അവൻ, അവൾ, ആ. അപ്പോൾ യഹും വഹും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് ചേർക്കുക? ഹേ ചേർക്കുക. ഹേ ഉണ്ട്. അപ്പം യഹിലെടുക്കുക ഹേ, യഹിലെടുക്കി ഹേ, യഹ് ഛത്രി ഹേ, യഹ് കിതാബ് ഹേ, ഇങ്ങനെയൊക്കെ പറയാം. മനസ്സിലായോ? അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ഏയും വേയും ആണ്. ഏ എന്താണ്? ഇവർ, ഇദ്ദേഹം, ഇവ. ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് ഏ എന്ന് പറയുന്നത്. വേ എന്ന് പറയുന്നത് അവരാണ്. മേം ഞാൻ. അപ്പം മേം വരുമ്പോൾ ഹൂം ചേർക്കുക. തും വരുമ്പോൾ ഹോ ചേർക്കുക. ഇതാണ് 4 തൂണുകൾ. അപ്പോൾ യഹ് വഹ് വരുമ്പോൾ ഹേ ചേർക്കുക. ഏയും വേയും വരുമ്പോൾ ഹൈം ചേർക്കുക. മേം വരുമ്പോൾ ഹൂം, തും വരുമ്പോൾ ഹൂ, ഹോ, തും വരുമ്പോൾ ഹോ. അപ്പം മേ ഹൂം തും ഹോ. യഹ് വഹ് ഹേ, ഏ വേ ഹൈം, മേ ഹൂം തും ഹോ. ഓക്കെ. അപ്പോൾ ഇവിടെ കുട്ടികൾ അവരെ പരിചയപ്പെടുത്തുകയാണ്. മേലെടുക്കാം ഹൂ, മേലെടുക്കി ഹൂം. ഇവിടെ 2 ബോയ്സ് 2 ഗേൾസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക? ഏ ലടുക്കേ ഹൈം, വേ ലടുക്കിയ ഹൈം. ഓക്കെ. അപ്പോൾ അവരുടെ പേര് പറയണം. നാം എന്താണ്? പേര്. അപ്പോൾ ഇവിടുത്തെ കുട്ടിയുടെ പേര് നിവേദ്യ എസ് ആനന്ദാണ്. കക്ഷ 5वीं 5th ക്ലാസ്സാണ്. ഇതാണ് 5वीं 5ാം. ഇതാണ് 5वीं. സ്കൂള്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെന്താണോ ആ സ്കൂളിൻ്റെ പേര് എഴുതുക. ഓക്കെ. അടുത്ത പേജിലേക്ക് വന്ന് ദുലാരേ പൽ. എന്താണ് ദുലാരേ പൽ? പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ഓരോ നിമിഷവും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ ആദ്യമായിട്ട് പുതിയ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ വന്നപ്പോൾ പുതിയ ഫ്രണ്ട്സ്, പുതിയ കൂട്ടുകാർ, പുതിയ ടീച്ചർ, പുതിയ ടെസ്റ്റ്, പുതിയ ബുക്ക്, ഇങ്ങനെ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? പൂക്കളുണ്ട്. പൂക്കൾ എന്താ പറഞ്ഞത്? പൂല് അല്ലേ. മുട്ടിനെന്താ പറഞ്ഞത്? കലി. എന്താണ്? കലി, മുട്ട്. ഇനി ബട്ടർഫ്ലൈ ഉണ്ട്. അതിനെന്താ പറഞ്ഞത്? തിത്തലി. ബട്ടർഫ്ലൈന്ന് പറയുന്നത് തിത്തലി. അടുത്ത് വരുന്നത് തത്ത. തത്തയ്ക്ക് എന്താ പറയുക? തോത്ത. ഇവിടെ ഒന്നിൽ കൂടുതൽ തത്തയുണ്ട്. അപ്പോൾ തോത്തേ എന്ന് പറയാം. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ആ പിക്ചറിൽ പറയുന്നത് എന്തൊക്കെയാണ്? യഹ് സുന്ദർ പ്രകൃതി കാ ചിത്ര ഹേ. അപ്പോൾ ആദ്യം കൊടുത്തിരുന്നത് സുന്ദരമായ പ്രകൃതിയുടെ ഒരു ചിത്രമാണ്. അപ്പോൾ ചിത്രമേ ക്യാ ക്യാ ഹേ. എന്താണ് ക്യാ ക്യാ? എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ? സൂരജ്. സൂരജ് ആരാ? സൂര്യൻ. സൂരജ് സൂര്യൻ. ബാദൽ. ബാദൽ എന്താ? മേഘം. ബാദൽ മേഘം. പേട്. പേടെന്താ? മരം. ബഗീച്ച ഗാർഡൻ. പൂൾ. പൂൾ എന്താ? പൂവ്. തിത്തലിയ. തിത്തലിയ എന്താ? ബട്ടർഫ്ലൈസ്. ആദി ഇസ്മേ ഹേ. ഇപ്പോൾ ഇത്രയാണ് ആ പിക്ചറിൽ വരുന്നത്. സൂരജ് കാ പ്രകാശ് ആതാ ഹേ. എന്തിൻ്റെ പ്രകാശം വരുന്നു? സൂര്യപ്രകാശം വരുന്നു അല്ലേ. തോത്തേ ഉടുത്തേ ഹേ. ഇവിടെ ആര് പറക്കുന്നു? തത്ത. തോത്തേ ഉടുത്തേ ഹേ. ബഗീച്ചമേ കൈ ഫൂൽ ഹേ. പൂന്തോട്ടത്തിൽ എന്തുണ്ട്? ഒരുപാട് പൂക്കളുണ്ട്. തിത്തലിയ ഫൂലോം കി ഓർ ആത്തി ഹേ. ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നു? പൂക്കളുടെ അടുത്തേക്ക് വന്ന് തേനുകൾ നുകരുന്നു. അതാണ് അതിൽ കണ്ടത്. ഇനി വരുന്നത് ധൂപ് ആകെ. 1ാമത്തെ പാഠത്തിലെ കവിതയാണ്. അപ്പോൾ ആദ്യം പഠിക്കാനുള്ള കവിതയാണ്. 4 വരി കവിതയുണ്ട്. 4 വരി കവിത നന്നായിട്ട് വായിക്കാനും എഴുതാനും പഠിക്കുക. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകളൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് ആദ്യം വാക്കുകൾ വായിക്കാം. എങ്ങനെ വായിക്കും? ധൂപ് ആകെയി. എന്താ ധൂപ്? വെയിൽ. വെയിൽ വരുമ്പോൾ നല്ല രസമാണ് അല്ലേ. എല്ലാം നല്ല ഫ്രഷായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ധൂപ് ആകെയി. ആദ്യം വാക്കുകൾ പഠിക്കാം. ധൂപ് ആകെയി. സുബഹ് സുബഹ്. അങ്ങനെ വായിക്കും. ധൂപ് ആകെയി. സുബഹ് സുബഹ് കി. കലിയ പ്യാരി പ്യാരി മഹക്കി. കലിയ. കലിയ വള്ളി ഉണ്ടല്ലോ ഇടതാണ്. അപ്പോൾ കലിയ ഒരുപാട് മൊട്ടുകൾ വന്നപ്പോഴാണ് കലിയ വന്നത്. പ്യാരി പ്യാരി മഹക്കി. കലിയ ക്യാരി ക്യാരി മഹക്കി. കലിയ ഇത്തനി സാരി മഹക്കി. അപ്പം എന്താ പറയുക? ധൂപ് ആകെയി സുബഹ് സുബഹ് കി. കലിയ പ്യാരി പ്യാരി മഹക്കി. കലിയ ക്യാരി ക്യാരി മഹക്കി. കലിയ ഇത്തനി സാരി മഹക്കി. ധൂപ് ആകെയി സുബഹ് സുബഹ് കി. കലിയ പ്യാരി പ്യാരി മഹക്കി. കലിയ ക്യാരി ക്യാരി മഹക്കി. കലിയ ഇത്തനി സാരി മഹക്കി. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് വായിക്കേണ്ടത്. ഒരിക്കലും വായിച്ചു തരാം. ധൂപ് ആകെയി സുബഹ് സുബഹ് കി. ക്യാ ഗയി? ധൂപ്. കബ് ആകെയി? എപ്പോഴാണ് വന്നത്? സുബഹ് സുബഹ്. കലിയ പ്യാരി പ്യാരി മഹക്കി. കലിയ കൈസി മഹക്കി? പ്യാരി പ്യാരി. കലിയ ക്യാരി ക്യാരി മഹക്കി.
കലിയ ഇത്തനി സാരി മഹക്കി. എന്താണ് ഇത്തനി സാരി? നമുക്ക് അതിൻ്റെ അർത്ഥം പഠിക്കാം. ധൂപ്, ധൂപിൻ്റെ അർത്ഥം എന്താണ്? വെയിൽ. ദുലാരെപ്പൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. സുബഹ്, സുബഹിൻ്റെ അർത്ഥം എന്താണ്? രാവിലെ. സുബഹ് രാവിലെ. കലിയ, കലിയ എന്ന് വെച്ചാൽ പൂമൊട്ടുകൾ, പൂവിൻ്റെ മൊട്ടിനെയാണ് കലിയ എന്നുള്ളത്. പ്യാരി പ്യാരി, എന്താണ് പ്യാരി പ്യാരി? മനോഹരമായ. പ്യാരി പ്യാരി മനോഹരമായ. അടുത്ത് ക്യാരി, ക്യാരി എന്താണ്? പൂത്തടം. ഇത്തനി സാരി, എന്താണ് ഇത്തനി സാരി? ധാരാളം, ഒരുപാട് അല്ലേ. മഹക്കി, മഹക്കി എന്താണ്? സുഗന്ധം പരത്തി. അപ്പോൾ ഒരിക്കലും വായിക്കാം. ദുലാരെ പൽ, അങ്ങനെ വായിക്കാം. ദുലാരെ പൽ പ്രിയപ്പെട്ട നിമിഷം. ധൂപ് വെയിൽ. സുബഹ് രാവിലെ. കലിയ പൂമൊട്ടുകൾ. പ്യാരി പ്യാരി മനോഹരമായ. ക്യാരി ക്യാരി ഓരോ പൂത്തടവും. ക്യാരി പൂത്തടം. ഇത്തനി സാരി ധാരാളം. മഹക്കി സുഗന്ധം പരത്തി. ഹവ കാറ്റ്. ബഹ്രഹി, എന്താണ് ബഹ്രഹി? വീശിക്കൊണ്ടിരുന്നു. ഠണ്ടി, ഠണ്ടി തണുത്ത. കൂമുരഹി, എന്താണ് കൂമുരഹി? കൂമുരഹി ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു. ബഹ്, ബഹ് എന്താണ്? അത്. ബഹക്കി ബഹക്കി, എന്താണ് ബഹക്കി ബഹക്കി? തത്തി കളിച്ചുകൊണ്ട്. ഉടുത്തി പറക്കുന്നു. ആയി വന്നു. ചിടിയ പക്ഷികൾ. ഫുതക്ക് ഫുതക്കർ, എന്താണ് ഫുതക്ക് ഫുതക്കർ? ചാടി ചാടി. ചഹക്കി ചിലച്ചു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ഒറ്റയടിക്ക് പഠിക്കണ്ട. ആദ്യം പിക്ചറിൻ്റെ നേരത്തെ പറഞ്ഞ മറ്റേ തിത്തലിയുടെയും സൂരജിൻ്റെയൊക്കെ പേരുകൾ എഴുതി പഠിക്കുക. സൂരജ്, സൂര്യൻ, തിത്തലി, ബട്ടർഫ്ലൈ, അങ്ങനെ എഴുതി പഠിക്കുക. കലി, മുട്ട്, ആ പേരിലൊക്കെ ചോദിക്കും. അതിനുശേഷം ചെയ്യേണ്ടത് ഈ 4 വരി എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. ധൂപ് ആഗയി സുബഹ് സുബഹയ്ക്ക്. എഴുതുമ്പോൾ ലൈനിൽ, വരയിട്ട ബുക്കാണെങ്കിൽ ലൈനിൽ തൊട്ട് തന്നെ എഴുതുക. ദീർഘങ്ങളും ചിഹ്നങ്ങളും എല്ലാം ലൈനിൽ വരത്തക്ക രീതിയിൽ തന്നെ എഴുതുക. ഓക്കെ. അപ്പോൾ ധൂപ് ആഗയി സുബഹ് സുബഹ്ക്ക്. കലിയാം പ്യാരി പ്യാരി മഹക്കി. കലിയ ക്യാരി ക്യാരി മഹക്കി. കലിയ ഇത്തനി സാരി മഹക്കി. ക്ലിയർ ആയല്ലോ? അടുത്ത വരി വയ്ക്കോ. ഹവാ ബഹ്രഹി ഠണ്ടി ഠണ്ടി, അങ്ങനെ വായിക്കും. ഹവാ ബഹ്രഹി ഠണ്ടി ഠണ്ടി. എന്താ ഹവാ? കാറ്റ്. ബഹ്രഹി വീശി. ഠണ്ടി തണുത്ത്. അപ്പം നല്ല തണുത്ത കാറ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ വീശി. ധൂപുരഹി വഹ് ബഹക്കി ബഹക്കി. ഇങ്ങനെ കാറ്റത്ത് എന്ത് ചെയ്തു? അതിങ്ങനെ തത്തി കളിച്ചുകൊണ്ട് നല്ല തണുത്ത കാറ്റ് തുള്ളിച്ചാടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. അപ്പോൾ ആകാശത്തിൽ ആര് വന്നു? പക്ഷി വന്നു അല്ലേ. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. ഫുതക്ക് ഫുതക്ക് കർ വേഫി ചവക്കെ. അപ്പോൾ പക്ഷി എന്ത് ചെയ്തു? ചാടി ചാടി അവരെന്ത് ചെയ്തു? അവിടെ ചിലച്ചു. ഹവാ ബഹുരഹി ഠണ്ടി ഠണ്ടി. എൻ്റെ കൂടെ വായിക്കണേ. ഹവാ ബഹുരഹി ഠണ്ടി ഠണ്ടി. കൂമുരഹി ബഹു ബഹക്കി ബഹക്കി. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. ഫുതക്ക് ഫുതക്ക് കർ വേഫി ചഹക്കെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്കൊന്നുകൂടെ 8 വരി വായിക്കാം. ധൂപ് ആഗയി സുബഹ് സുബഹ്ക്ക്. കലിയ പ്യാരി പ്യാരി മഹക്കി. കലിയ ക്യാരി ക്യാരി മഹക്കി. കലിയ ഇത്തനി സാരി ബഹക്കി. ഹവാ ബഹ്രഹി ഠണ്ടി ഠണ്ടി. കൂമുരഹി ബഹു ബഹക്കി ബഹക്കി. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. ഫുതക്ക് ഫുതക്ക് കർ വേഫി ചഹക്കി. അപ്പോൾ വീഡിയോ കുറേ പ്രാവശ്യം കേട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ യഹിൻ്റെ സെൻറ്റൻസ് വരുന്നുണ്ട്. യഹ് കലി ഹേ, ഇതാണ് മുട്ട്. യഹ് ചിടിയ ഹേ, ഇതാണ് പക്ഷി. അപ്പോൾ ഇത് പക്ഷിയാകുന്നു, ഇത് മുട്ടാകുന്നു. അതുപോലെ യഹ് വെച്ച് കുറേ സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാം. യഹ് ലാൽ ഹേ, യഹ് ഹരാ ഹേ, യഹ് കാലാ ഹേ, യഹ് നീലാ ഹേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നിറങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഓൺ എക്സാമിന് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈല് ചോദിക്കും. പിന്നെ പക്ഷിയുടെ പേര് ചോദിക്കും. പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ പേര് പഠിക്കുക, 5 എണ്ണം വീതം. പിന്നെ 4-5 നിറങ്ങൾ പഠിക്കുക. പിന്നെ ഈ കവിത, പിന്നെ ഒരു പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇത്രയാണ് എക്സാമിന് വരുന്നത്. പിന്നെ ഈ ബലൂണൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നിട്ട് അതുപോലെ കവിത എഴുതാനൊക്കെ ചോദിക്കും. അപ്പം നിറങ്ങൾ എന്നിട്ട് പറയാം. ലാൽ, ഹര, കാല, പീല. കാല, പീല, നീല. കാല എന്താ? കറുപ്പ്. നീല, നീല. ലാൽ ചുവപ്പ്. ഹര പച്ച. സഫേദ് വെള്ള. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഈ പിക്ചർ വരും. എന്നിട്ട് അതിൻ്റെ പേര് ഞാൻ ചോദിക്കുക. അപ്പോൾ പൂമൊട്ടിൻ്റെ പിക്ചർ വന്നിട്ട് കളർ കൊടുക്കാനും അതിൻ്റെ പേരെഴുതാനൊക്കെ ചോദിക്കാം. അപ്പോൾ യഹ് കലി ഹേ, യഹ് ചിടിയ ഹേ. ഇത്രയും പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രൊഫൈല് പഠിച്ചു, 4 വരി കവിത പഠിച്ചു, 4 നിറങ്ങൾ പഠിച്ചു, ഈ പിക്ചർ പഠിച്ചു. അടുത്ത് വരുന്നത് കലിയ, ക്യാരി, ചിടിയ, ഹവ, ധൂപ്. അപ്പോൾ ഇതിനെയൊക്കെ ചേർത്ത് നേരത്തെ കൊടുത്തിരിക്കുന്ന 4 വരി ഉണ്ടാക്കണം. അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്.
ഇനി നിറങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. ലാൽ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല, പീല മഞ്ഞ, സഫേദ് വെളുത്തത്. അടുത്ത് ഗുലാബി, എന്താണ് ഗുലാബി? റോസ്. അടുത്ത് ബൈങ്കനി വയലറ്റ്, ഫുര തവിട്ട് നിറം. ഇനി അതുമായി വരുന്ന കവിതയാണ്. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാ പ്യാരി പ്യാരി മഹക്കി, കലിയാ ക്യാരി ക്യാരി മഹക്കി, കലിയാ ഇത്തനി സാരി മഹക്കി, ബഹ് ഹവാ ബഹ് രഹി ठंडी ठंडी, കൂം രഹി വഹ് ബഹക്കി ബഹക്കി. അപ്പോൾ ആ വരി പഠിച്ചിട്ട് അത് എഴുതുക. ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കും. ഇതെല്ലാം ബുക്കിലോട്ട് എഴുതി പഠിച്ചോണം കേട്ടോ. ധൂപ് കബ് ആകെ, എപ്പോഴാണ് വെയിൽ വന്നത്? സുബഹ്. കലിയാം കൈസി മഹക്കി, എങ്ങനെയാണ് മുട്ടുകൾ സുഗന്ധം പരത്തിയത്? പ്യാരി പ്യാരി, എന്താണ് പ്യാരി പ്യാരി? പ്രിയമുള്ള. കലിയാം കഹാ മഹക്കി, കലികൾ എവിടെയാണ് വന്നത്? ക്യാരിയോം, എന്താണ് ക്യാരിയോമിയം? പൂത്തടങ്ങളിൽ. കൈസി ഹവ ബഹുരഹി, എങ്ങനത്തെ കാറ്റാണ് വീശിയത്? ठंडी ഹവ. ക്യാ കൂം രഹി ഹെ, എന്താണ് വീശിക്കൊണ്ടിരുന്നത്? ठंडी ഹവ. ചിടിയ കൈസി ആയി, പക്ഷി എങ്ങനെ വന്നത്? ചിടിയ ഉടുത്തിയായി. വേഫി ചഹക്കി, കോൺ? ആരാ? ചിടിയ. ഇനി അടുത്ത് പദസൂര്യൻ ചോദിക്കും. പദസൂര്യനാണ് നമുക്ക് സെൻറ്റൻസ് ഒക്കെ പഠിക്കാൻ ഏറ്റവും എളുപ്പം. കലിയ, പ്യാരി, മഹക്കി, ക്യാരി, ഇത്തനി. ഇനി ഒരേപോലെ വരുന്ന വാക്കുകൾ ചോദിക്കും. സുബഹ് സുബഹ്, ക്യാരി ക്യാരി, ബഹക്കി ബഹക്കി, ഫുദക്ക് ഫുദക്ക്, പ്യാരി പ്യാരി, ठंडी ठंडी, ഉടുത്തി ഉടുത്തി. ഇതാണ് ഒരേപോലെ വരുന്ന വാക്കുകൾ. ടെസ്റ്റിൻ്റെ അകത്ത് നിന്ന് ഒരേപോലെ വരുന്ന വാക്കുകൾ കണ്ടെത്താൻ പറയും. സമാൻ പദം എന്ന് പറയും, സമാൻ ശബ്ദ്. അടുത്ത് പദസൂര്യക്ക് പൂർത്തി. ഹവ, ഹവ വെച്ചെഴുതുന്നതാണ്. ഹവ ठंडी, ഹവ കൂം രഹി ഹെ, ഹവ ബഹക്കി, ഹവ ബഹ് രഹി ഹെ. അപ്പോൾ ഇതൊക്കെ വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. അടുത്തൊരു ചാപ്റ്ററിൻ്റെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ. അപ്പോൾ എല്ലാവരും എഴുതുക, നോട്ട് നന്നായിട്ട് വായിച്ചൊക്കെ പഠിക്കണം കേട്ടോ.